ഹലോ, ഈ ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് ക്ഷമ പഠിക്കാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞിട്ടെ. ഇതാണ് ആ ഐഡിയ കേട്ടോ. ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ക്ഷമ വരും കേട്ടോ. ഇതിങ്ങനെ വരച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റത്തെ വട്ടം വരച്ചപ്പോൾ അടിപൊളിയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും മാറ്റി വരച്ചതാണ് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചിരുന്ന് വരയ്ക്കണേ, എന്നാലാണ് കറക്റ്റ് നമ്മൾ ആ ഒരു ഫില്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ ഇരുന്ന് വരച്ചാൽ മതി, നമുക്ക് ക്ഷമയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു, ബായ്. ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് വരയ്ക്കുന്നത് 12 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറിനെ 4 ഭാഗമാക്കി മാറ്റിയിട്ട് അതിൽ ഓരോ വരകളുമ്പോഴും 1/2 സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഡോട്ടിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത്. ഓരോ ലെവലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കിടിലനായിട്ടാണിത്. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആവുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷം, വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് കേട്ടോ. പിന്നെ ഞാനിതിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് വേറെ ഒന്നല്ല, ഞാനിത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അറിയാതെ പറ്റിപ്പോയൊരു മിസ്റ്റേക്കാണത്. അത് പിന്നീട് റീവർക്ക് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പണി തരാമല്ലോ എന്ന് വിചാരിച്ചു. ഞാനിതിലൊരു മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാ പ്രാവശ്യവും ചതുരത്തിലല്ലേ വരയ്ക്കണേ, ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റിക്ക് വട്ടത്തിൽ പിടിക്കാം. 2 വട്ടം വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തെറ്റിപ്പോണ കാരണം കൊണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് ആദ്യം വരയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെയാണ് പെന്ന് വെച്ച് വരയ്ക്കണത്. 2 വട്ടത്തിൻ്റെയും ഇടയിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് പോലെ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇടവിട്ടിട്ട് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ മുഴുവനും ഇതുപോലെ വരയ്ക്കുക. കുഞ്ഞ് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ബോർഡർ പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് വരയ്ക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നവരായിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വരച്ച് കഴിയുമ്പോൾ വളരെയധികം റിലാക്സേഷൻ കിട്ടുന്ന ഒരു ആർട്ടും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഇത് വരച്ച് തീർക്കാനായിട്ട് 2 ദിവസം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം ഫുള്ളും ഞാനിതിരുന്ന് വരയ്ക്കല്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരെണ്ണം ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന ആ സമയത്തിനുള്ളിൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. 1 2 ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിത് ഒരെണ്ണം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അടുത്ത ദിവസമായിട്ടാണ് ഞാൻ വരച്ചത് കേട്ടോ. അത് വിചാരിച്ചിട്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ 12 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ് വരച്ചേക്കണത്. എന്നിട്ട് 1/2 സെൻറ്റിമീറ്ററിലാണ് ഇതിൽ ഇടയിലുള്ള ഡോട്ടുകൾ മാർക്ക് ചെയ്തേക്കണത്. പിന്നെ നമ്മളിതിനെ 4 ഭാഗമായിട്ട് തിരിക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡ് എങ്ങനെയാണോ ഫില്ല് ചെയ്യണത് അതുപോലെ തന്നെ അടുത്ത സൈഡും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരുപോലെ തന്നെ ചെയ്യണം, തെറ്റിക്കരുത്. പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചതിലേക്കാളും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.